വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 2, 22 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും 1 ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. വചന വിചിന്തനം. യേശു കർത്താവിൻ്റെ സമർപ്പണ തിരുനാളാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ മറിയവും മോശയുടെ നിയമമനുസരിച്ച് മകനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ള വിശ്വസ്തതയാണ് ഇവിടെ പ്രകടമാകുന്നത്. ദൈവത്തോട് വിശ്വസ്തരായി ജീവിച്ച് അവിടുന്നിൽ ആശ്രയിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ വെളിച്ചം ദർശിക്കുവാൻ സാധിക്കും എന്നത് നീതിമാനായ ശിമയോനിലൂടെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ശിമയോനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം കാത്തിരുന്ന പ്രവചനം പൂർത്തിയാകുന്നു. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്ന ആഴത്തിലുള്ള തെളിവാണിത്. ഈ ലോകത്തിൻ്റെ വെളിച്ചം യേശുവാണ്. യേശു ക്രിസ്തുവാണ് ഇരുട്ടിൽ വസിക്കുന്നവർക്ക് പ്രകാശം നൽകുന്നതെന്നും മനുഷ്യരാശിയെ പാപത്തിൻ്റെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതെന്നും വചനം പഠിപ്പിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൽ വാൾ തുളച്ചു കയറും എന്നതിലൂടെ യേശുവിനും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കും ത്യാഗവും വേദനയും സഹിക്കേണ്ടി വരും എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവവചനത്തോടുള്ള അനുസരണയും വിശ്വാസവും ക്രിസ്തീയ യാത്രയിലുള്ള വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ സഹായിക്കും. ലോകത്തിൻ്റെ വെളിച്ചവും ഇസ്രായേലിൻ്റെ ആശ്വാസവും എല്ലാ ജനതകളുടെയും പ്രത്യാശയായ യേശുവിനെ ഉള്ളിൽ ധ്യാനിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും ശിമയോൻ്റെയും കാൽപ്പാടുകൾ പിന്തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം.